Good morning, sir. Yes, good morning. Good morning, sir. Good Yes, morning, sir. Good morning. Good morning, Roshini. Good morning. Good morning, sir. Rinda Varghese. Good morning. Good morning, Good sir. morning, sir. Arya Suramya. Good morning. Good morning, sir. Krishna Jarusha. Good morning. Good morning, sir. Yes, Aishwarya. Good morning. Sir, let's start with the prayer. Okay. Start. Okay, sir. ഒരു കുലമൊരു മതമൊരു ദൈവം മനുജ കുഞ്ഞിൻ ഈ ലോകം ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരു അഖില ചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു അഖില ചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു ഈശോ ഈശ്വരനല്ലാഹു തിരുനാമത്തിൻ പര്യായം ഈശോ ഈശ്വരനല്ലാഹു തിരുനാമത്തിൻ പര്യായം ഒരു കുലമൊരു മതമൊരു ദൈവം മനുജ കുഞ്ഞിൻ ഈ ലോകം ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരു വായു. Okay. Thought of the day. Sir, Yes, Mathimat. Continue. it always seems impossible until it's done. Nelson Mandela. Which means at first challenges can seem overwhelming. However, once you start working on them and the work gets done, you will realize they were possible to overcome. Thank you, sir. Okay. എത്ര വർഷമാണ് നെൽസൺ മണ്ടേല വീട്ടുതടങ്കലിൽ കിടന്നത്? Nearly 24 years. Who is known as African Gandhi? Nelson Mandela. Nelson Mandela. നെൽസൺ മണ്ടേലയുടെ ഭാര്യയുടെ പേര് വിന്നി മണ്ടേല. യെസ്. ഓക്കെ. നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞപ്പോഴാണ് അത് ശരിയാണ്ടത്. ആഫ്രിക്കയിൽ നിന്ന് അവർ പോകുന്നു, ആഫ്രിക്ക കർത്തവർഗക്കാരുടെ മാത്രമാകുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴും. നമ്മൾ അങ്ങനെയല്ലേ? രാത്രി നമ്മൾ അലറാം വെച്ച് കിടക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമെന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ടല്ലേ? യെസ്, പ്രതീക്ഷയാണ് മനുഷ്യനെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ചില പ്രതീക്ഷകൾ മനസ്സിലുള്ളത് കൊണ്ടല്ലേ? ചില ഐഡിയാസ്. അപ്പൊ അതെപ്പോഴും മനുഷ്യനെ ജീവിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ആഘോഷങ്ങളും. ഓണം വരാൻ പോവുകയാണ്. ഓണത്തിന് മുമ്പ് റെഡിയാക്കണം എന്നുള്ള ചില ചിന്തകൾ, ചില കാര്യങ്ങൾക്ക് മനസ്സിലാക്കി. പിന്നെ വിഷുവിന് മുമ്പ്, അതങ്ങടുത്ത് പെരുന്നാളിന് മുമ്പ്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യട്ടെ. Oh, sir, sign in is this. Good morning, everyone. Let's start our day with a smile and wave and our special sign-in song. Hello, hello, how are you? Hello, hello, how are you? I'm so glad to see you here. Let's start the day with fun and cheer. Hello, hello, how are you? Wave your hands and touch your toes. Wave your hands and touch your toes. Stretch up high and turn around. Then sit down on the ground. Wave your hands and touch your toes. Clap your hands and stomp your feet. Clap your hands and stomp your feet. Jump up high, then take your seat. Now our morning feels complete. Clap your hands and stomp your feet. Thank you, sir. ഓക്കെ മേഘന, ഈ ആംഗ്ലോ ഇന്ത്യൻ ചർച്ചിന്റെ അരികത്തൂടെ പോകുമ്പോൾ
ചിലപ്പോ കേൾക്കുന്ന പാട്ടിന്റെ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഓക്കെ മേഘന, വെരി ഗുഡ്, വെരി ഗുഡ്. Okay, thank you, sir. ഓ വെരി വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മള് ഇതിനകത്ത് ആരോഗ്യമാകുമെന്ന് അറിയില്ല, ഞാൻ കോമൺ ആയിട്ട് പറയുന്നു. നിങ്ങള് എം മുകുന്ദൻ എഴുതിയിട്ടുള്ള മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന ഒരു നോവലാണ് വായിച്ചിട്ടുണ്ട്? Yes, sir. യെസ്, വെരി ഗുഡ്. അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നേക്കണ വേറൊരു നോവലുണ്ട്, ദൈവത്തിന്റെ വികൃതികൾ. വായിച്ചിട്ടുണ്ട്? ഇല്ല, അത് വായിച്ചിട്ടില്ല. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അത് തന്നെ ആ സെക്കൻഡ് പാർട്ട് സിനിമയായിട്ട് വന്നിട്ടുണ്ട്. രഘുവരൻ അഭിനയിച്ച സിനിമയിൽ, രഘുവരൻ അഭിനയിച്ച സിനിമ, തിലകനൊക്കെ അഭിനയിച്ച സിനിമ ദൈവത്തിന്റെ വികൃതി. യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ലെനിൻ രാജേന്ദ്രനാണെന്ന് തോന്നുന്നത് സംവിധാനം ചെയ്തത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിദേശികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരിൽ കുറെ പേർക്ക് കേരളം എന്ന് പറയുന്ന ഈ നാടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പച്ചപ്പും ഈ ഹരിതാഭയും ഈ പുഴയും ഈ തോടും ഈ മടല് നെല്ലലും ഈ ചകിരി ഉണ്ടാക്കലും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികളിൽ അവര് വളരെ ഇന്നസെൻസ് കണ്ടു. ആ നാടിനോടുള്ള ഇഷ്ടം ഇവിടത്തെ ചില സ്ത്രീകളോടും ഉണ്ടായി. അങ്ങനെ അവര് കേരളത്തിലുള്ള പലരെയും വിവാഹം കഴിച്ചു. വെറുതെ വിവാഹം കഴിച്ചല്ല, നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ വിവാഹം കഴിച്ചു. യെസ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു വിദേശിയും ഇന്ത്യയും തമ്മിലുണ്ടെങ്കിൽ നല്ല ബന്ധമുണ്ടായി. അപ്പൊ ആ നോവല് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, ലാസ്റ്റ് വിദേശികളൊക്കെ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവരുടെ ഭാര്യമാര് ഇവിടെ നിന്ന് കരയാണ്. കാരണം പോണത് ഞങ്ങളുടെ ഭർത്താവാണ് എന്നുള്ളത് കരയുന്നത്. നമ്മൾ എപ്പോഴും ചില സംഗതികളുടെ രണ്ട് വശങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. അതിൻ്റെ ഒരു വശത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യം, അതല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടി വരും. നിങ്ങൾ എപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്, വേറിട്ട വഴികളിലൂടെ പോവുക. യെസ്, സംതിങ് എൻ്റെ ഡിഫറൻറ്റ്. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പൊ റോഷിനി വരുമ്പോൾ തന്നെ പറയും, ഓ റോഷിനി അതിന് വേറൊരു വേർഷം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇരിക്കില്ല കൊണ്ടുപോകുന്നത്, അത് വേറൊരു ലെവലായി. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങളെ കുറിച്ചൊരു മതിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആക്ഷൻ എല്ലാത്തിനും സംതിങ് എൻ്റയർലി ഡിഫറെന്റ് ആവാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. യെസ്, ഓക്കെ. അല്ലെങ്കിൽ രാജാവിന് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ടാവും, പക്ഷെ രാജ്ഞി ഒന്നേ ഉണ്ടാവും. യെസ്, 10-500 പേര് ചിലപ്പോൾ ആ അന്തഃപുരത്തിൽ ഭാര്യമാരുണ്ടാവും. പണ്ട് കാലത്ത് രാജാവിന്റെ പേരും പ്രശസ്തിയും നോക്കിയിരുന്നത് അന്തഃപുരത്തിലെ സ്ത്രീകളുടെ എണ്ണം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. അപ്പൊ വേറൊരു രാജാവിനെ കീഴടക്കുമ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങളെ കൂടി ഇയാൾ എടുക്കുന്നത്. യെസ്, അപ്പൊ എണ്ണം കൂടുമല്ലോ. യെസ്, അങ്ങനെ സംഭവിക്കുമായിരുന്നു. പക്ഷെ രാജ്ഞി ഒന്നേ ഉണ്ടാവും. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 9 ടെൻസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അങ്ങനെ 9 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 9 ടെൻസുകളിൽ എഴുതുന്ന വാചകങ്ങൾ കണ്ടു കഴിയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് ing ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ing ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ബി, വെർബ് പ്ലസ് ing ആണെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്റ്റ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് ഹാവ് പിന്നെ വെർബ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇത് ഞാനിപ്പോ പറഞ്ഞതുപോലെ അനർഗള നിർഗളമായിട്ട് നിങ്ങളിൽ നിന്ന് ഒഴിയുക ടെൻസ് എപ്പോഴും നമ്മൾ ക്ലീൻ ആയിരിക്കും. ഓക്കെ, യെസ്. നമ്മളൊരു വാക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ അല്പം ഗോ, സിമ്പിൾ പ്രസന്റ് പോകാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് പോയി, സിമ്പിൾ ഫ്യൂച്ചർ പോകും,
പ്രസന്റ് കണ്ടിന്യൂസ് പോവുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് പോവുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് പോവുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് പോയി കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു പോസിറ്റീവ് വാചകം 9 ടെൻസിൽ വരുമ്പോൾ ഈ മോഡലാവുന്നു. ഇനി ഇതിന്റെ തന്നെ നെഗറ്റീവ് വാചകം നമ്മൾക്ക് 9 ഉള്ളത് പോവുക എന്നുള്ള വാക്കെടുക്കുക. സിമ്പിൾ പ്രസന്റ് പോകാറില്ല. സിമ്പിൾ പാസ്റ്റ് പോയിട്ടില്ല. സിമ്പിൾ ഫ്യൂച്ചർ പോകില്ല. പ്രസന്റ് കണ്ടിന്യൂസ് പോവുകയാകുന്നില്ല. പാസ്റ്റ് കണ്ടിന്യൂസ് പോവുകയായിരുന്നില്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസ് പോവുകയായിരിക്കില്ല. പ്രസന്റ് പെർഫെക്റ്റ് പോയി കഴിഞ്ഞിട്ടില്ല. പാസ്റ്റ് പെർഫെക്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടായില്ല. അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ നെഗറ്റീവ് വാചകങ്ങൾ വരുമ്പോൾ എങ്ങനെ വരും? ഇനി അത് തന്നെ ചോദ്യമായ എങ്ങനെ വരും? സിമ്പിൾ പ്രസന്റ് പോകാറുണ്ടോ? സിമ്പിൾ പാസ്റ്റ് പോയോ? സിമ്പിൾ ഫ്യൂച്ചർ പോകുമോ? പ്രസന്റ് കണ്ടിന്യൂസ് പോവുകയാകുന്നോ? പാസ്റ്റ് കണ്ടിന്യൂസ് പോവുകയായിരുന്നോ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് പോവുകയായിരിക്കുമോ? പ്രസന്റ് പെർഫെക്റ്റ് പോയി കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് നമ്മളങ്ങടെ അതിന്റെ അർത്ഥവും അതിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. അത് നമ്മൾ പച്ചവെള്ളം പോലെ നല്ല ക്ലീൻ ആയി കഴിഞ്ഞാൽ ടെൻസാണ് മക്കളെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ ബേസ്. അത് നമ്മൾ പഠിക്കാനല്ല, അത് മനസ്സിലാക്കി ഇന്ന സംഭവമാണ്, ഇന്നതാണ് അതിന്റെ അർത്ഥങ്ങളാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ വാക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതി. ഏതാണ്ട് ഇപ്പൊ ഞാനിപ്പോ 9 വാചകം പറഞ്ഞു. ആ 9 വാചകത്തിൽ ഏതെങ്കിലും വാചകത്തിലല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ വരുള്ളൂ. അതിൽ വ്യത്യാസപ്പെട്ടൊന്നും വരില്ലല്ല. യെസ്, അപൂർവം ചിലപ്പോൾ ഒന്നും മാറി വരികയില്ല. അത് നമുക്ക് അന്നേരത്ത് നോക്കാം. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംസാരിക്കുമ്പോൾ പറയുന്ന 9 ടെൻസാണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരത്തിൽ കൊള്ളും. നിങ്ങൾ അത് റെഡിയാക്കി വെച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാസീവ് വോയിസിലോട്ട് കിടക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ചില വാചകങ്ങൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ഭർത്താവ് വിളിക്കുമ്പോൾ യു ആർ കോൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാസീവ് വോയിസിനെ കുറിച്ചാണ്. പാസീവ് വോയിസ് എന്താണ്? പാസീവ് വോയിസ് നമ്മൾ മലയാളത്തിൽ പണ്ട് കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം എന്നൊക്കെ പറഞ്ഞ് പഠിച്ച അത് സംഗതി തന്നെ ഇംഗ്ലീഷിൽ വന്നപ്പോൾ പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, അയാൾ ചെയ്ത പ്രവർത്തിക്കാണ് ഇമ്പോർട്ടൻസ്. എക്സാമ്പിൾ പറയാം. രാമൻ പാമ്പിനെ കൊന്നു. ഇപ്പൊ രാമനാണ് ഇമ്പോർട്ടൻസ്, ഒന്നാളാരാണ്? രാമനല്ലേ? യെസ്. അതിന്റെ പാസീവ് വോയിസ് പറയുമ്പോ പാമ്പ് കൊല്ലപ്പെട്ടു, അത്രയും മതി. പാമ്പ് കൊല്ലപ്പെട്ടു. അപ്പൊ രാമനല്ല ഇമ്പോർട്ടൻസ്, രാമൻ ചെയ്ത പ്രവർത്തിക്കാണ് പാമ്പ് കൊല്ലപ്പെട്ടു. യെസ്. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതിന് ആക്റ്റീവ് വോയിസ് എന്നും നമ്മൾ പഠിക്കാൻ പോകുന്നതിന് പാസീവ് വോയിസ് എന്നാണ് പറയുന്നത്. ആക്റ്റീവ് വോയിസിൽ ഡു വർക്കാണ് ഇമ്പോർട്ടൻസ്, ഡു വർക്ക് ചെയ്യുന്നതാണ്. പാസീവ് വോയിസിൽ ഡു വർക്ക് അല്ല, ആ ഡൂവർ ചെയ്ത ആക്ഷനാണ് ഇമ്പോർട്ടൻസ്. യെസ്. നമ്മളിനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആയ നമ്മളൊരു വാചകം പറയുമ്പോൾ ആ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ വാചകത്തിന്റെ, ഞാൻ പറഞ്ഞതാണ് അന്നെടുത്ത് തുടങ്ങി വെച്ചതാണ്, ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ അറിയേണ്ടത് ഏത് ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളതെന്ന് അറിയും. ഈ രണ്ടും അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏത് വാചകത്തിൽ ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്, ഈ പറഞ്ഞ 9 ടെൻസിൽ ഏതിൽ വരുമെന്ന് നോക്കാം. കാരണം ഓരോ ടെൻസിലും ഓരോ രീതിയിലാണ് പാസീവ് വോയിസിലോട്ട് മാറ്റുന്നത്. അപ്പൊ ആദ്യം ഏത് ടെൻസ് ആണെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് മാറ്റാൻ പറ്റും. യെസ്. അപ്പൊ അത് നമ്മൾ അറിയുന്നു. അതിനാണ് നമ്മൾ ആദ്യം 9 പഠിപ്പിച്ചത്. യെസ്. പിന്നെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാനായിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. 2 ചോദ്യങ്ങൾ നമ്മൾ വെർബിനോട് ചോദിച്ചാൽ മതി. ഹൂം ഓർ വാട്ട്, എന്ത് അല്ലെങ്കിൽ ആര്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരമാണ് ഓബ്ജക്റ്റ്. ഹൗ എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഓബ്ജക്റ്റ് അല്ല. ഇങ്ങനെ, വെൻ, എപ്പോൾ, വെയർ, എവിടെ, ഇതൊന്നും ഓബ്ജക്റ്റ് അല്ല. 2 ക്വസ്റ്റ്യൻസ്, ഹൂം, വാട്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും എപ്പോഴും ഓബ്ജക്റ്റ്. ഓക്കെ. അപ്പൊ നമുക്കൊരു വാചകം എഴുതിയിട്ട് നമ്മളത് ചെയ്തില്ലേ? എത്ര ചെയ്ത് നമ്മള് സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞില്ലേ? സിമ്പിൾ പ്രസന്റ് മാത്രമേ പറഞ്ഞ.
പറഞ്ഞില്ലേ നമ്മൾ എക്സസൈസ് എക്സാമ്പിൾ ചെയ്തില്ലേ? Yes. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഞാൻ അടുത്ത വാചകത്തിലോട്ട് കടക്കാം. എഴുതി they took took medicines MEDICINES. ഓക്കെ. അപ്പൊ ഞാൻ ഇനി ചോദിക്കുകയാണ്, ജെറൂഷ, ഈ വാചകത്തിന്റെ ടെൻസ് ഏതാണെന്ന് പറയാമോ? ഈ വാചകം തന്നിരിക്കുന്ന ഏത് ടെൻസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള 9 ടെൻസുകളിൽ ഏത് ടെൻസിൽ വരും ഈ വാചകം എന്ന് പറയാമോ? യെസ് ജെറൂഷ, ഇത് മറിച്ച് വയ്ക്കാൻ നമുക്ക് അറിയാൻ പറ്റുമല്ല. ഓക്കെ സർ. പറഞ്ഞോളൂ. യെസ് സർ, ടുക്ക് എന്ന് പറയുമ്പോ എന്തുവാ? പാസ്റ്റ് അല്ലേ? പാസ്റ്റ് ടെൻസ് അല്ലേ ടുക്ക്? ആണ്. സിമ്പിൾ പാസ്റ്റ് ആണോ സാർ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ എന്നല്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്, വെരി ഗുഡ് റോഷിനി. യെസ്, അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ്. അത് നമുക്ക് ഒറ്റയടിക്കാനും മനസ്സിലാവാം. സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ആ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലുണ്ട്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റൻസ്. നമ്മൾ പറഞ്ഞ വാചകം എന്താണ് റോഷിനി? they took medicine അല്ലെ? they took medicine. ഓക്കെ, ഞാൻ പറഞ്ഞ വാചകം ഞാനത് മനസ്സിലെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മനസ്സിലായത്. they took medicine. അപ്പൊ നോക്കി, they സബ്ജക്റ്റ് ആണ്, ടേക്ക് പ്രസന്റൻസ് ആണ്, അതിന്റെ പാസ്റ്റൻസ് ആണ് ടുക്ക്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ടേക്കനാണ്. ടേക്ക് ടുക്ക് ടേക്കനാണ്, എടുത്തു. അവർ മരുന്നുകൾ കഴിച്ചു എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർത്താൽ തെറ്റാണ്. അതിന് വേറെ മാറ്റമുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം എഴുതുകയോ പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. ഹെഡിങ് എഴുതുക, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. അതായത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, അതിന്റെ പാസീവ് വോയിസ്. ഓക്കെ, ഫാത്തിമ എഴുതിക്കോ. ഒബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ. വാസ് എന്നിട്ടിട്ട് ഒരു സ്ലാഷ് വരച്ചിട്ട് വേറിടാം. WAS വാസ്, WERE വേർ. യെസ്, പ്ലസ് വെർബ് വി. വെർബ് എന്നുള്ളതിന് വി എന്നിടാം. വീന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 എഴുതിയാലും മതി, മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെയാണ്. നേരത്തെ നമ്മൾ സിമ്പിൾ പ്രസന്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ് ചേർക്കേണ്ടി വന്നത്. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ടെൻസ് അറിഞ്ഞാലും നമുക്ക് സംഗതി ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് അറിയണം, എന്നിട്ട് വേണം നമുക്കത് ശരിയാക്കാം. ഓക്കെ, അപ്പൊ ടെൻസ് പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിന്റെ ഓബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുന്നു. സംഗതി ഓക്കെ. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു, ദമ്മാവും ഐ മീയാവും എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് വാചകം ഒന്ന് ചെയ്യാം. അപ്പോ ദേ ടുക്ക് മെഡിസിൻ. എന്തെടുത്തു? മെഡിസിൻസ്. മെഡിസിൻ എന്നല്ല, മെഡിസിൻസ് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ അത് ഓബ്ജക്റ്റ് ആണ്, മെഡിസിൻസ്. അപ്പൊ നമ്മൾ ഓബ്ജക്റ്റ് ആദ്യം എഴുതി, മെഡിസിൻസ്. ഇനി വാസു വരൂ, വേറെ വരൂ. മെഡിസിൻ എന്നാണെങ്കിൽ വാസു മതിയായിരുന്നു. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറലായി, അപ്പൊ അവിടെ വേറെ വരും. മെഡിസിൻസ് വേർ. ടുക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുക്കണം, ടേക്കൻ. അപ്പൊ മെഡിസിൻസ് ആർ ടേക്കൻ. ദേ എന്നുള്ളത് അങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? ദം എന്നാവും. അതിന്റെ തൊട്ട് മുന്നിൽ ഒരു ബൈയും കൂടി ചേർക്കുക, ബൈ ദം. പിന്നെ ആൻസർ മെഡിസിൻസ് ആർ ടേക്കൻ ബൈ, മെഡിസിൻസ് വേർ ടേക്കൻ ബൈ ദം. മെഡിസിൻസ് വേർ, വാറല്ല, വേർ, WR, വേർ ടേക്കൻ ബൈ ദം. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ അല്ലേ?
ഓക്കെ, ടെൻസ് അറിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. ടെൻസ് ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ എഴുതിക്കോ, ബാക്കി നിങ്ങൾ ചെയ്യാം. എഴുതിക്കോ. I loved, L-O-V-E-D, loved India. I loved India. രണ്ടാമത്തെ വാചകം എഴുതിക്കോ. They ate, ate food, F-O-O-D, food. മൂന്നാമത്തെ വാചകം എഴുതിക്കോ. I drank, D-R-A-N-K, drank a cup of tea, yesterday. I drank a cup of tea yesterday. Okay, മൂന്നെണ്ണം എഴുതി. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക, വാസ് അല്ലെങ്കിൽ വേറെ എഴുതുക, വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുക, പിന്നെ ഐന്നാണെങ്കിൽ മീന്നാക്ക, യൂന്നാണെങ്കിലും മാറ്റണ്ട, ദേ ദമ്മക്ക. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് നമ്മൾ എഴുതാം. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. സാർ ഇപ്പൊ പറയുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഞാൻ ഒരു മാസമായി നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ സാർ ഇപ്പൊ എന്തെങ്കിലും വരുമ്പോ ബാക്കിലേക്ക് മറിച്ച് നോക്കി എഴുതാൻ പറയുമ്പോ എനിക്ക് ബാക്കിലേക്ക് മറിക്കാനൊന്നുമില്ല. അത് വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് കൈ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ ചെയ്യാൻ പറ്റുമല്ലോ. ഈ പറയുമ്പോ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് അങ്ങനെ പറയാന്നല്ലാണ്ട് ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് ഒന്നുമില്ല സ്റ്റോറേജ്. ഇത് ചെയ്യാം. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ചെയ്യാല്ലേ, ഇതെല്ലാം തന്നിരിക്കുന്ന സിമ്പിൾ പാസ്റ്റ് അല്ലേ. പാസ്റ്റ് പാർട്ടിസിപ്പിച്ചാണ് ചെയ്തു. അപ്പൊ മറ്റേ സ്ട്രക്ചറാണ് ഇല്ലാത്തത് കയ്യില്. അപ്പൊ അത് ആരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് വിട്ടു കൊടുക്കുക. ഭംഗിയിൽ എഴുതി വെച്ചേക്കുന്ന ആരെങ്കിലും സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ? ജെറുഷ കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കൈ ഒന്ന് ശരിയായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടിട്ട്. കൈ ഇപ്പൊ ഓക്കെ ആയോ? ഇല്ല, വലത്തെ കൈ ഒടിഞ്ഞിട്ടാണുള്ളത്, ജോയിന്റ് വിട്ടിട്ടുണ്ട്. അപ്പം ഇപ്പൊ കുറച്ചു ദിവസം കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ടതെന്ന് തോന്നുന്നു. കേട്ടോണ്ടിരിക്കും, കുഴപ്പമില്ല. ഇപ്പൊ എഴുതാൻ പറ്റില്ലല്ലോ? ഇല്ല, എഴുതാൻ പറ്റുന്നില്ല. എക്സാമിന്റെ ടൈമിൽ വീണിട്ട് ഒടിഞ്ഞതാ, ആകപ്പാട് മെഡിക്കേറ്റഡ് ആയിട്ട്. എന്ത് പറ്റിയതാണ്? വീണതാ, സ്ലിപ്പായി വീണതാ. ഓ ഓക്കെ. ഞാനേ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ എക്സാമിന്റെ ടൈമിലാണ് എനിക്ക് പരിചയമുള്ളൊരു കൂട്ടുകാരനായിരുന്നു, രതീഷ് എന്നാണ് പേര്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഷ്ടകാലം വരുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഇതാണ് പുള്ളി നന്നായിട്ട് പഠിക്കുന്ന വീടാണ്, നന്നായിട്ട് പഠിക്കും. അപ്പൊ പുള്ളി എറണാകുളത്തിന്റെ വീട് ഇവിടെ നോർത്ത് പറവൂരുള്ള അമ്മാവിന്റെ വീട്ടിൽ വന്നൊക്കെയാണ്. അപ്പൊ പരീക്ഷ എഴുതേണ്ട സമയം, കോളേജിൽ പരീക്ഷ എഴുതേണ്ട സമയം. അപ്പൊ അമ്മാവൻ എന്തോ ഒരു തല്ല് കേസല്ല, ഒരു ഒന്നും തന്നെ പ്രശ്നമായി. അപ്പൊ ഇവൻ കയറി എന്ത് ചെയ്തു, അയാളൊന്ന് തല്ലി. അങ്ങനെ തല്ല് കഴിഞ്ഞപ്പോ ഇവന്റെ കൈ ഒളിഞ്ഞു.
പ്ലാസ്റ്റ് ഇട്ട്. ആ പ്രാവശ്യം പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ പ്ലാസ്റ്റ് ഇട്ടേക്കല്ല, പിന്നെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പിറ്റേ വർഷമാണ് പരീക്ഷ എഴുതി. പിറ്റേ വർഷമായപ്പോൾ എന്ത് ചെയ്തു, ഇവന്റെ കക്ഷത്തിൽ വലിയൊരു കുരു വന്നു. അപ്പോ കൈ ഞാൻ പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ അത് കീറി എത്ര റെഡിയായിട്ട് വന്നപ്പോഴേക്കും ആ പ്രാവശ്യം പുള്ളി പരീക്ഷ എഴുതിയില്ല. പിന്നത്തെ പ്രാവശ്യം വേറെ എന്തൊരു സംഭവം ഉണ്ടായി. അങ്ങനെ 3 പ്രാവശ്യം പുള്ളിക്ക് ആ പരീക്ഷയുടെ സമയമാകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈക്ക് സംഭവിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ റീജ പരീക്ഷയുടെ നേരമായപ്പോഴത് വന്നതെന്ന് നേരത്തെ പറഞ്ഞപ്പോ ഇങ്ങനെ ആലോചിച്ചാണ്. യെസ്, ആള് ITയിൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ചാലക്കുടി ITയിൽ, ചാലക്കുടി അല്ല, കാമശ്ശേരി ITയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജെറൂഷ അത് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്ക്, നോട്ടൊക്കെ റീജിയണൽ. ഓക്കെ സർ. ഓക്കെ. അപ്പൊ കഴിഞ്ഞില്ലേ? 3 ഉണ്ടായുള്ളൂ. വെരി സിമ്പിൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അമൃത ആദ്യത്തെ വായിച്ചോളൂ. ഇംഗ്ലീഷ് ചോദ്യം വായിക്കുക, ആൻസർ വായിക്കുക. I loved India. India. India was loved by me. Very good. India was loved by me. India was loved by me. അങ്ങനെയല്ല എഴുതിയിട്ടുള്ള ഒരു വേറെ രീതിയിലാണെങ്കിൽ പറയാം. ഞങ്ങൾ ഇങ്ങനെ എഴുതിയത് എന്തായാലും തെറ്റ് അത് ചോദിക്കുക, സംശയമുള്ള ചോദിക്കാം. ഐ ലവ്ഡ് ഇന്ത്യ. ഇന്ത്യ വാസ് ലവ്ഡ് ബൈ മീ. ഐശ്വര്യക്ക് രണ്ടാമത്തെ വായി. They ate food. They ate food. Eat എന്നുള്ളതിന്റെ പാസേജ്. Food was eaten by them. Very good. Food was eaten by them. Food was eaten by them. Deveshwar, Archana. I drank a cup of tea yesterday. മറ്റേ രണ്ട് ശരിയാ. ഇതൊരു ഇച്ചിരി സംശയമുണ്ട് സാർ, പറഞ്ഞു നോക്കേ. കപ്പ് ഓഫ് ടീ വാസ് ഡ്രാങ്ക് യെസ്റ്റർഡേ ബൈ മീ. മീ എഴുതിയ ചോദ്യം വായിക്കാം. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. അപ്പൊ ആ കുടിച്ചു എന്നുള്ളവരോട് ചോദിക്കുക, എന്ത് കുടിച്ചു? ഒരു കപ്പ് ചായ. അത്രയും വേണോട്ടോ. എന്നിട്ട് ചായ എന്ന് മാത്രം വന്നാൽ എ കപ്പ് കൂടെ ബാലൻസ് വരും. എ കപ്പ് ഓഫ് ടീ, ഒരു കപ്പ് ചായ. എ കപ്പ് ഓഫ് ടീ എന്നുള്ളത് ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. എ കപ്പ് ഓഫ് ടീ, ഈ ഒരു കപ്പ് എന്നല്ല പറഞ്ഞോളൂ. വാസ് പിന്നെ ഡ്രാങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രങ്ക്, DRUNK, ഡ്രങ്ക്. ഇനി അതിനകത്ത് ബാലൻസ് നിൽക്കണം എന്താണ്? ഒരു എസ്റ്റർഡേ ബാലൻസ് കിട്ടില്ലേ, അതും കൂടി അങ്ങനെ എഴുതുക. എസ്റ്റർഡേ ബൈ മീ. കറക്റ്റ് ആണ്. എ കപ്പ് ഓഫ് ടീ വാസ് ഡ്രങ്ക് യെസ്റ്റർഡേ ബൈ മീ. ആ ബൈ മീ എന്നുള്ളത് കൂടി ലാസ്റ്റ് എഴുതിയാൽ മതി. കാരണം അവിടുന്ന് അങ്ങോട്ട് എഴുതിയില്ലെങ്കിലും ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ബൈ ഒതുങ്ങിയുള്ളത് ഇടക്ക് വെച്ച് കയറ്റേണ്ട, ലാസ്റ്റ് കയറ്റിയാൽ മതി. യെസ്, ഓക്കെ. പിടികിട്ടിയല്ലോ. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഇനി ടെൻസ് ഒന്ന് മാറ്റുകയാണ്, സമയക്കുറവുകൊണ്ട് അടുത്തിലോട്ട് പോവുകയാണ്. യെസ്, എഴുതിക്കും. They will drink milk. They will drink milk. ഓക്കെ. ഞാൻ അടുത്തൊരു ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. റിനി വീട്ടി. റിനി, they will drink milk എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ 9 ടെൻസിൽ ഏത് വരും? സിമ്പിൾ പ്രസന്റ് ആണോ സാർ? ഒന്നും കൂടി നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. സിമ്പിൾ പ്രസന്റ് ആണെന്ന് കൂടെ പറയിപ്പിച്ചത് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റൻസോടെ എടുക്കേണ്ട പേരിലാണ്.
ഒന്നും കൂടി ശ്രദ്ധിച്ചേക്കും. അതിന്റെ ഇടയിൽ വീണ വേറൊരു വീടും കൂടി ഉണ്ട്. അതും കൂടി വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കും. പ്രസന്റ് കണ്ടിന്യൂസ്. ഓ കയ്യിൽ പോയി. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓ അങ്ങോട്ട് പോണ്ട. യെസ് സോറി സർ. സിമ്പിൾ ഫ്യൂച്ചർ. വെരി ഗുഡ് റിൻഡ. സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോ റിനി സിമ്പിൾ പ്രസന്റ് എന്ന് പറയാൻ കാരണം വേയും പിന്നെ ഡ്രിങ്കും കണ്ടപ്പോ അതിന്റെ ഇടയിൽ വില്ല് എടുക്കുന്ന കണ്ട. യെസ്, ഞാൻ അതുകൊണ്ടാണ് അതിന്റെ ഇടയിലൊരു സംഗതി ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ സബ്ജക്റ്റ് വില്ലല്ലെങ്കിൽ ഷാല് പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബും വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സബ്ജക്റ്റ് വില്ലല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ്. നോക്കിയേ, ഇപ്പോഴത്തെ വാചകം എന്തായിരുന്നു സുരമ്യ? Yes, sir. They will bring milk. They will Bring milk. They will drink milk. Drink ആണ് sir. DRINK drink. Okay, sir. കേട്ടോ, they will drink milk എന്നായിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, they സബ്ജക്റ്റ് ആണ്, will അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് പറയാം സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ വേറൊരു മെത്തേഡാണ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പിടിച്ചുകൊള്ളി. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിങ്ങനെ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിങ്ങനെ. നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ അത് വാസ് ചേർത്താൽ മതി, ഇവിടെ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നതെന്ന് നമുക്കറിയില്ല. യെസ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോയില്ല. അത് അക്കാലം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി ഈസ് കണ്ട സ്ഥലത്തൊക്കെ വാസുന്നത് ഇങ്ങനെയൊക്കെ ചേർത്തു. ഇതിപ്പോ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണ്. ടെൻസ് നോക്കുന്നു, ആ ടെൻസ് ആണോ അത് ഇന്ന പോലെയാണ്, ഈ ടെൻസ് ആണോ അത് ഇന്ന പോലെയാണ്. അപ്പൊ അടുത്ത ഹെഡിങ് ആയിരിക്കും പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ അടിയിൽ എഴുതിക്കോ, ഓബ്ജക്റ്റ് പ്ലസ് OBJECT, ഓബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ. വില്ല് ഒരു സ്ലാഷ് ഷാല്, വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് BE പ്ലസ് വെർബ് വെർബ് എന്ന് പറയുന്നത് വെർബ്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിൽ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നോ അല്ലെങ്കിൽ V3 എന്നോ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, ബി എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുന്നു. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ പാസീവ് വോയിസ് ആക്കേണ്ട രീതി. അപ്പൊ ഇവിടെ നോക്കാം, ദേ വിൽ ഡ്രിങ്ക് മിൽക്ക്. അവർ പാല് കുടിക്കും. എന്ത് കുടിക്കും? പാല്. ഒബ്ജക്റ്റ് കിട്ടി, മിൽക്ക്. പിന്നെ വിൽ അല്ലെങ്കിൽ ഷാലില് വില്ല് ചേർത്തു. ദേ മിൽക്ക് വിൽ. പിന്നെ എന്ത് ചേർക്കണം? ഒരു ബി ചേർക്കണം, BE മിൽക്ക് വിൽ ബി. ഇനി ഡ്രിങ്ക് എന്നുള്ളതിന്റെ മൂന്നാമത്തെ ഫോം എടുക്കണം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, DRUNK. അപ്പൊ അത് എഴുതാം. അപ്പോ മിൽക്ക് വിൽ ബി ഡ്രങ്ക് ബൈ എന്നുള്ളത് എന്താക്കണം? വൈദ്യം. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, അത് എഴുതിക്കും. മിൽക്ക് വിൽ ബി ഡ്രങ്ക് ബൈ. ഓക്കെ, ഇനി അടിയിൽ ഒരു 3 വാചകം നിങ്ങൾ എഴുതിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1. I will study. STUDY. English.
English. Very well. VERY. Very well. 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 ഞാൻ ഇംഗ്ലീഷ് നന്നായി പഠിക്കും. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞാൽ യെസ്. എൻ്റെ ഒപ്പം വരാൻ താല്പര്യമുള്ളവർക്ക് വരാട്ടാ. യെസ്. അടുത്തത്. She will finish FINISH. Finish the project project within 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 a week. സാറേ ഒന്നുകൂടെ പറയോ? Okay. A week, WEEK week. Repeat area. She will finish the project within a week. ഒരാഴ്ചക്കുള്ളിൽ അവൾ പ്രോജക്റ്റ് പൂർത്തിയാക്കും. Yes. അടുത്തത്. നേരത്തെ അയ്യല്ലേ വന്നത്, അപ്പൊ മാറ്റി പിടിക്കാം. We will see him. We will see him tomorrow. We will see him tomorrow. Okay, തട്ടിക്കോളൂ. മൂന്നെണ്ണം. ഓക്കെ ജെറുഷ. കഴിഞ്ഞോ റിറ്റ? രേഷ്മ കഴിഞ്ഞു. ഓക്കെ റിറ്റ, എന്നാ ഇത് വായിച്ചു.
I will study English very well. ഓക്കെ, മനസ്സിൽ തൊട്ടി പറഞ്ഞാലേ. Yes, sir. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. English will be studied very well by me. വെരി ഗുഡ്. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് വെരി വെൽ. ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കും. എന്ത് പഠിക്കും? എന്ത്? ഇംഗ്ലീഷ്. ഒബ്ജക്റ്റ് കിട്ടി. വിൽ ബി. സ്റ്റഡി എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സ്റ്റഡീഡ് വെരി വെൽ ബൈ മീ. ഇംഗ്ലീഷ് വിൽ ബി സ്റ്റഡീഡ് ബൈ മീ. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. Sir, കറക്റ്റ്. one doubt is there. പറഞ്ഞോളൂ. English will be studied by me very well. അങ്ങനെ പറയില്ല. ഇംഗ്ലീഷ് അപ്പൊ നമുക്ക് ആ ബൈ തുടങ്ങിയുള്ളത് ഒഴിവാക്കാം. Okay. അപ്പൊ ഒമിറ്റ് ദ ഏജന്റ് എന്നാണ് പറയണേ. അത് വേണ്ടത് ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ബൈ തുടങ്ങിയുള്ളത് എഴുതിയില്ലെങ്കിലും കറക്റ്റ് തന്നെയാണ്. കാരണം പാസീവ് വോയിസിൽ ചെയ്ത ആർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ആ ബൈ തുടങ്ങിയുള്ളതില്ല, വേണ്ട, ഒമിറ്റ് ദ ഏജന്റ് എന്നാണ്. അത്രയും വരെ പറഞ്ഞാൽ തന്നെ കറക്റ്റാണ്. യെസ്. പിന്നെ ഭാവിയിൽ നിങ്ങൾ വേറെ വല്ലവർക്കും ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ വശം എല്ലാം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപർണ പറഞ്ഞോളൂ. She will finish the project within a week. The project will be finished within a week by her. Correct. Very good. She will finish the project within a week. അവൾ ഒരു മാസത്തിനുള്ളിൽ പ്രോജക്റ്റ് പൂർത്തിയാക്കും. എന്ത് പൂർത്തിയാക്കും? പ്രോജക്റ്റ്. അല്ല, ഒബ്ജക്റ്റ് കിട്ടി. ദ പ്രോജക്റ്റ് വിൽ ബി ഫിനിഷ്ഡ്. FINISHED. ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് വിത്തിൻ എ വീക്ക് ബൈ ഹർ. ഓക്കെ, അടുത്തത് ഫാത്തിമ. ഫാത്തിമത്തെ. സർ, ഇതില് ഹിമ്മല്ല സർ ഒബ്ജക്റ്റ്. എന്താണ് ഫാത്തിമ എഴുതിയേക്കുന്നത്? ആദ്യം ഒരു വായിക്കേ, അത് എന്റെ മുമ്പ് വരാം. ഞാൻ അത് മലപ്പുറം എഴുതിയാണ്. ഹിം വിൽ ബി സീൻ ടുമോറോ ബൈ അല്ല അസ്. ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഓക്കെ, നോക്കാം. ഞാൻ പ്രതീക്ഷിച്ച, അതായത് നിഷ്കളങ്കയായിട്ടുള്ള ഫാത്തിമ നിഷ്കളങ്കമായി ചിന്തിച്ചത് കൊണ്ട് നിഷ്കളങ്കമായിട്ട് പറ്റിയൊരു ചെയ്യാൻ പറ്റും. യെസ്, ഓക്കെ. പറഞ്ഞോട്ടെ. ആ, ടുമോറോ വിൽ ബി സോ ഹിം, അങ്ങനെയാണോ? ടുമാറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ലേ ടുമാറോ നമുക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ളതിന് ചോദിക്കുന്നതിന് നമുക്ക് ടുമാറോ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു നോക്കട്ടെ സർ. എന്താണ് ആരെയാണ്? ജെറൂഷ എന്താ എഴുതിയാണ്? He will be seen tomorrow. റിൻഡ എന്താ പറഞ്ഞത്? ഞാനും ഹിയ പറഞ്ഞു സാർ. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഓക്കെ 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 നോക്കിയേ. ഐ സെന്റൻസ് എന്തായിട്ട് ഫാത്തിമത്? We will be tomorrow. We will see him tomorrow. We will see. ഞങ്ങൾ കാണും അവനെ നാളെ. നാളെ ഞങ്ങൾ അവനെ കാണും. എന്ത് കാണും? ഒരു ഉത്തരവില്ല. ആരെ കാണും? യെസ്, ഓക്കെ മേഘന. ആരെ കാണും? അവനെ കാണും. അപ്പൊ ആ ഹിം എന്നുള്ളതാണ് എന്ത്? ഓബ്ജക്റ്റ്. ആ ഹിം എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഓബ്ജക്റ്റോട് മാറ്റുമ്പോൾ ഹിം എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? ഹി എന്ന് മാറ്റിയ. നിങ്ങളത് ആരെങ്കിലും ആലോചിച്ചിട്ടെന്ന് വെച്ചാൽ മിണ്ടാണ്ടിരുന്നതാണ്. ആ ഹിമ്മിന് പകരം അവിടെ ഹെയർ ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താ മാറ്റിയേക്കണം? ഷീ എന്നാക്കിയേക്കണം. ആ ഹിമ്മിന് പകരം അവിടെ ദേ എന്നായിരുന്നെങ്കിൽ, അല്ല ദം എന്നായിരുന്നെങ്കിൽ അത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ദേ എന്ന് മാറ്റിയേക്കണം. അവിടെ അസ് എന്നായിരുന്നെങ്കിൽ അതിന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ ബി എന്ന് മാറ്റണം. നേരത്തെ നമ്മൾ പറഞ്ഞ കുറച്ച് മാറ്റങ്ങളില്ലേ, അത് തല തിരിച്ച് ഇങ്ങോട്ട് മാറ്റണം എന്റെ അർത്ഥം. യെസ്. അപ്പൊ എന്താ പറയുക? ഓക്കെ, ജെറൂഷ ഹി എന്നാക്കി മാറ്റണം. ഹിമ്മാണ് ഒബ്ജക്റ്റ്. ഹിം വെച്ച് നമുക്ക് സെന്റൻസ് ആരംഭിക്കാൻ പറ്റാത്തതുകൊണ്ട് ഹി ആയിട്ട് മാറ്റണം. ഹി
will be seen, see എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിൽ seen tomorrow by us. He will be seen tomorrow by us. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ടെൻസിലൂടെ പോകേണ്ട. എഴുതിക്കും. They are drinking, D-R-I-N-K-I-N-G, drinking tea. They are drinking tea. Arya Vigas. Yes, sir. ഈ തന്നിരിക്കുന്ന വാചകം നമ്മൾ പഠിച്ച 9 ടെൻസിൽ ഏത് ടെൻസായിട്ട് വരും? ഒരു മിനിറ്റ് സാർ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം അല്ലേ? ഒന്ന് മറിച്ച് കേൾക്കട്ടെ. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. യെസ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് ആര്യക്ക് ഞാൻ മനസ്സിലായി. പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് ആര്യക്ക് അറിയാം. എങ്കിലും ഒരു ഡൗട്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് മറിച്ച് നോക്കി കഴിഞ്ഞപ്പോ മനസ്സിലായി. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞേക്കണ സെന്റൻസ് ഒന്ന് വായിച്ചാൽ They are drinking tea. They are drinking tea. They are drinking tea. അപ്പൊ they സബ്ജക്റ്റ് ഉണ്ട്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില് ആറ് വന്നിട്ടുണ്ട്, ഡ്രിങ്ക് അതിന്റെ കൂടെ ഒരു ING ഉണ്ട്, ഡ്രിങ്കിങ് ടീ. അപ്പൊ മനസ്സിലായി ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 3 മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായ ഒരു മെത്തേഡാണ് ഇവിടെ സ്വീകരിക്കണം. ഓക്കെ മേഘന? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വാചകത്തിൽ ആദ്യം തന്നെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാം. സിമ്പിൾ ആണല്ലോ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എഴുതിക്കോ പാസീവ് വോയിസ് ഓഫ് പ്രസന്റ് കണ്ടിന്യൂസ്. കിട്ടിയ passive voice of present continuous. Yes, passive voice of present continuous. Okay. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ എഴുതിക്കോ ഓബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ഒരു സ്ലാഷ്, ആം ഒരു സ്ലാഷ്, ആർ. ഈസ് ആം ആർ. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ്, BEING, ബീയിങ് പ്ലസ് വി, വെർബ് എന്നുള്ളൊരു ഷോർട്ട് ഫോം വി, ബ്രാക്കറ്റിൽ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നോ അല്ലെങ്കിൽ V3 എന്നോ എഴുതുക. യെസ്. അപ്പൊ എന്ത് വേണം? ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ചേർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വാക്കുകൂടി ചേർക്കണം, ബീയിങ്. ഈ വാക്കുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കയറി കടറല്ലോ. ബീയിങ് ഒരു അബ്സല്യൂട്ട് കൺസ്ട്രക്ഷനിൽ വരുന്ന വേർഡാണത് ബീയിങ്. അപ്പൊ ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ 3ാമത്തെ ഫോം. അപ്പൊ ഓക്കെ മേഘന. മേഘന സന്തോഷ്. യെസ്, മേഘനയുടെ ശബ്ദം അവരുടെ വോയിസ് കേൾക്കുന്നില്ല സാർ. എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വോയിസ് കേൾക്കാമോ. ഓക്കെ. അപ്പൊ എനിക്ക് ആൻസർ ചെയ്യാൻ പറയാം. ടി സിംഗുലർ അല്ലേ? ഈസ് ബീയിങ്, BING, ബീയിങ്. ഇനി ഡ്രിങ്ക് എന്നുള്ളതിന്റെ 3ാമത്തെ ഫോം ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, DRUNK, ഡ്രങ്ക് ബൈ ദം. ആൻസർ ഇതാണ്. ടി ഈസ് ബീയിങ് ഡ്രങ്ക് ബൈ ദം. സിമ്പിൾ അല്ലേ? കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. 4 ടെൻസിന്റെയാണ് നമ്മളിപ്പോ പാസീവ് വോയിസ് പറഞ്ഞത്.
വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആദ്യം 9 ടെൻസ് എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ടെൻസിന്റെയും പാസീവ് വോയിസിന്റെ രീതി നോക്കി. യെസ്, കാരണം ആ 9 ടെൻസ് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പ്രധാനമായിട്ട് ഇതേ ടെൻസിലെ വാചകങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ പക്ഷെ ഇങ്ങനെ അല്ലാതെ നിങ്ങൾ വാചകങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണം, അത് പാസീവ് വോയിസോട്ട് മാറ്റി എഴുതിയത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇതിന്റെ ആക്റ്റീവ് വോയിസിന്റെ ടെൻസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. യെസ്, എഴുതിക്കോളൂ. I am reading a book. I am reading a book. അടുത്ത, we are conducting, CONDUCTING, conducting examination, EXAMINATIONS, examinations for high school students. We are conducting examinations for high school students. STUDENTS. മൂന്നാമത്തത്, they are teaching English, ENGLISH, English poem, POEM. They are teaching English poem. Okay, എഴുതിക്കോളൂ. ഓക്കെ, അമൃത കഴിഞ്ഞോ? Yes, sir. ഓക്കെ, ബാക്കിയുള്ളവര് എന്നാ സ്റ്റാർട്ട് ചെയ്യാം. അമൃതന്റെ വായിച്ചോ ഇത്. Okay. I am reading a book. The book is being read by me. Very good. A book is being read by me. Okay, Meghana, correct. A book is being read by me. Jerusha, രണ്ടാമത്തെ വായിച്ചോളൂ. Okay, sir. We are conducting examinations for high school students. We are conducting examinations for high school students. Okay.
examinations are being conducted for high school students by us. Very good. Examinations are conducted for high school students by us. Okay. ഇനി ആരാണ്? ഓക്കെ. മേഘന, നുസ്രത്ത്. വായിച്ചോളൂ. English poem is being teaching. Question വായിച്ചു. They are teaching English poem. They are teaching English poem. Answer? English poem is being teaching by. Oh, ഇന്ന് പോയില്ല. നുസ്രത്തെ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. ജസ്റ്റ് യെസ്. ഉഷ വേണോ? പറഞ്ഞു. ചെറുഷ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞോളൂ. English poem is being taught by them. Okay, we are teaching English poem. അപ്പൊ എന്ത് വരും? English poem is being teach എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ taught എന്നാണ്. TAUGHT. അപ്പൊ ഇംഗ്ലീഷ് poem is being taught by us. Correct. English poem is being taught by us. Sir, they are teaching English poem na question. About taught by them. By them. Okay. Sorry. By them number. They are nu varumba by them. Okay. Pretty detail. Okay. So ബാക്കി ഇതിന്റെ അകത്തുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. Yes. Sign out ഉണ്ടോ? ഉണ്ട് sir. Yes. As we come to the end. Sir. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. As we come to the end of today's class, let me share a short story. Once a mother asked her son, "What do you want to be when you grow up?" The boy replied, "I just want to be someone who makes you proud every day." The mother smiled and said, "You already are." Just like in the story, we don't always need big achievements to make someone happy. Sometimes our love and kindness are enough. Thank you and have a wonderful day. Thank you. Okay. We will meet in the next class. Okay, bye. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. നീ എപ്പോഴാ പറ്റാൻ പോയത്? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. നേരത്തെ ഒന്നും